ഇവിടെ വന്നപ്പോൾ മുതൽ കാറ്റും മഴയും മഞ്ഞും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு ஷபரி த டிராவலர். ஷபரி വർക്കലയാണ്. ഹായ് തമിഴ് നண்பர்கள், எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? ഓക്കെ, നമ്മൾ ഇന്ന് അടുത്ത ഒരു പൊളി ട്രിപ്പിലാണ്. എവിടെയാ നമ്മൾ പോകുന്നത്? ഇടുക്കി. ഇടുക്കിയിൽ എവിടെയാ പോയി പറയണേ, മറന്നുപോയാ? അമ്മയെടുത്ത് വെക്കാല ഉറക്കപ്പറ കോട്ടൺ ഹിൽ ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. കോട്ടൺ ഹിൽ ബംഗ്ലാവിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എവിടെന്നാ പോകുന്നത്? തൃശ്ശൂർക്കാരനാണ് കേട്ടോ. ഞാൻ വർക്കലക്കാരനും ഇത് തൃശ്ശൂർക്കാരനുമാണ്, അതാണ് കോമഡി. എന്തായാലും നമ്മള് കോട്ടമല എന്ന് പറയുന്ന തൊട്ടടുത്ത്, നമ്മൾ ഇടുക്കിയിലെ കോട്ടമല എന്ന് പറയുന്നതിനും ഉളുപ്പുണ്ണിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഈ കോട്ടൺ ഹിൽ ബംഗ്ലാവ് ഇരിക്കുന്നത്. ഒരു പൊള്ളി ബംഗ്ലാവാണ്, ഒരു രക്ഷയില്ലാത്ത ബംഗ്ലാവാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് പതുക്കെ. ഇവിടെ ഒരു നല്ല ക്ലൈമറ്റ് ഒക്കെ കിട്ടിയപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് പറയുന്നത് പൊള്ളി സാധനമാണ് കേട്ടോ. ഒരു വലിയ ബംഗ്ലാവാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു കള്ള് ഷാപ്പിലെ കുക്കാണ് അവിടെ കുക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും അങ്ങോട്ട് പോകുന്നുള്ളത്. പിന്നെ നിറയെ മലകൾക്കിടയിലെ ഒരു കുഞ്ഞു മലയിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഒടുക്കത്തെ വ്യൂ ആണ്, കിട്ടിലം വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. എല്ലാവരും മറക്കാതെ അവസാനം വരെ കാണുക. ഓക്കെ, പോയല്ലേ നമ്മൾ പൊളിക്കല്ലേ? യെസ്, ഒരു ഓ പോടുങ്ക. അമ്മ ഉണ്ട് കേട്ടോ. അമ്മ തണുപ്പടിച്ചിട്ട് കാറിനകത്തിരിക്കുകയാണ്, ഇറങ്ങാൻ വയ്യാതെ. അല്ലെങ്കിൽ അമ്മയെ കൂടെ കാണിച്ചത്. യെസ്, ഞാൻ ഇന്ന് ഭയങ്കര സർപ്രൈസിലാണ്. കാരണം രണ്ടുപേരും എനിക്കൊരു ഭയങ്കര സർപ്രൈസ് തന്നു. എൻ്റെ ഓഫീസൊക്കെ തപ്പി പിടിച്ച് ഇതേ രണ്ടുപേര് ഇവിടെ വന്നു. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. എവിടെ നിന്നായിരുന്നു നിങ്ങൾ വരുന്നത്? ചാവക്കാട്. പേരെങ്ങനെയായിരുന്നു? ഷാഫി. ഷിഫ്ന. അനിയത്തിയാണ്. ഓക്കെ. വീഡിയോസൊക്കെ കാണാറുണ്ട്? ഓക്കെ, ഫാമിലി ഫുള്ള് വീഡിയോ കാണാറുണ്ട് ആണോ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ. 4 പേര് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ശരി. അപ്പൊ എന്തായാലും ഇവിടം വരെ എന്നെ കാണാൻ വന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് തുടർന്ന് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. ശരി, ബൈ. എന്തായാലും അതൊരു ഭയങ്കര ബിഗ് സർപ്രൈസ് ആയിപ്പോയി. റെഡ് എഫ്എമ്മിൻ്റെ ഓഫീസ് തപ്പി പിടിച്ച ഒരു തൃശ്ശൂർ വന്ന് എന്നെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഇത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലെ വെങ്ങല്ലൂർ ജംഗ്ഷനിലെ ജബ്ബാറുക്കയുടെ ലഡ്ഡു കട. എപ്പോഴെങ്കിലും മനസ്സിൽ ലഡ്ഡു പൊട്ടണമെന്ന് തോന്നിയാലുണ്ടല്ലോ, ഇവിടുത്തെ ലഡ്ഡു ആണ് പൊട്ടേണ്ടത്. കാരണം എന്നറിയാമോ, നോർമലി ബേക്കറിയിലൊന്നും കാണുന്ന കണക്കത് ചെറിയ ലഡു അല്ല ഇവിടെ. ചെറിയ ലഡു ഉണ്ട്, അതിൻ്റെ കൂടെ 1 കിലോ 2 കിലോ 4 കിലോ വരെയുള്ള ലഡു ഉണ്ട്. ഇനി 4 കിലോയും അല്ല, 8 കിലോയുടെ വരെ ലഡു ഇവിടെ ഉണ്ട്. ഇവിടുത്തുകാരൊക്കെ കേക്കിന് പകരം ലഡു കട്ട് ചെയ്താണ് ആഘോഷിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമ്മാതിരി അട്ടാറ് ടേസ്റ്റാണ് ഇവിടുത്തെ ലഡുവിന്. അപ്പോൾ ഇതുവഴി പോകുന്നവരാരും ഈ ലഡു കഴിക്കാൻ മറക്കണ്ട. ഇനി ബാക്കി വിശേഷങ്ങൾ ജബ്ബാർക്ക് തന്നെ പറയും. ഇത് ചെറിയ ലഡു ആണ്. അത് എത്ര കിലോ വരും? 1 കിലോ. ഇനി എത്ര കിലോന്റെ ഒക്കെ ഉണ്ട് ഇവിടെ? 4 കിലോ ഉണ്ട്. 4 കിലോ ഇപ്പോഴത്തെ 4 ഒന്നായിട്ട് പിടിക്കണം. 4 കിലോ 4 കിലോ 4 8 ഒന്നായിട്ട് പിടിക്കണം. 8 കിലോ. ഓ, ഒരു ലഡു തന്നെ 4 കിലോയുടേതും ഉണ്ട്, 8 കിലോയുടേതും ഉണ്ട്. പൊളി, അടിപൊളി. ഈ കടയുടെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്തെ ഒരു നാണവും ഒരു നോട്ടവും ഒക്കെ നിങ്ങൾ നോക്കിക്കൊള്ളാം കേട്ടോ. ഓക്കെ, കടയുടെ പേരെന്നാ? ഫാത്തിമ സ്റ്റോഴ്സ്. ഓക്കെ, ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ലഡു ആണ്. ചെറിയ ലഡു തൊട്ട് 8 കിലോ വരെയുള്ള ലഡു ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്പർ എന്ന് പറഞ്ഞ് 963353533862. ഓക്കെ,
ഇത് മറക്കരുത് കേട്ടോ. അത് മറക്കില്ല. എത്ര ചേച്ചി? വേറെ കൂടെ ചായ 40. ഈ ഇടുക്കിക്കാരുടെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ അവരൊരൊറ്റ ഉത്തരവായിരിക്കും പറയുന്നത് നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷൻ ഇല്ലെന്നുള്ളത്. അതൊരു വാസ്തവം തന്നെയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഇടുക്കിക്കാരുടെ ഒരു വിഷമമാണ് അവർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ട്രെയിൻ ഇല്ല എന്നുള്ളത്. ആ ഒരു കുറവ് നികത്താനായിട്ടായിരിക്കും ഈ ട്രെയിൻ ഇവിടെ കിടക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു ട്രെയിൻ തന്നെയാണ്, ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പക്ഷേ ഇതൊരു സ്കൂളാണ്, നമ്മുടെ മൂലമറ്റത്തുള്ള സ്കൂളാണ്. അവർ ആ വിഷമം തീർക്കാനായിരിക്കാം സ്കൂളിനെ ഇങ്ങനെ ട്രെയിനിൻ്റെ മാതൃകയിൽ പണിതത്. എന്തായാലും ഭയങ്കര പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ ദൂരം നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ട്രെയിൻ ഇവിടെ കിടക്കുന്ന പോലെയാണ്. ദേ നോണ്ടോ, എൻജിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്ന മൂലമറ്റം വഴി പോകുന്നവർക്ക് ഒരു അടിപൊളി കാഴ്ചയാണ് ഇതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ആ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പം നല്ല ഒരു കാട്ടിനകത്തൂടെയാണെന്ന് പറയാം. നല്ല പച്ചപ്പും നല്ല ഉയരമുള്ള മരങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് ഭംഗിയല്ലേ നോക്കി, റോഡിൻ്റെ ഇരുവശവും. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യാനും ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ആ ഒരു ഓട്ടോ പോകുന്ന നോക്കി. അടുത്തത് നമ്മളൊരു അഡാർ വാട്ടർഫോൾസ് കാണിക്കാൻ പോവുകയാണ്. കിടുക്കാച്ചി വാട്ടർഫോൾസ് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി വന്നത് തന്നെ. വലിയൊരു രക്ഷയില്ല. ട്രിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി തന്നെ. ഇന്ന് ആരാ നമ്മളെ കൂടെ ഉള്ളേ? ആര് പറയ്? പാറു ചേച്ചിയാ. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ പാറു. ഹായ്, എന്താണ് വിശേഷം? ബാംഗ്ലൂരൊക്കെ എങ്ങനെയുണ്ട്? പാറു ബാംഗ്ലൂരാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കസിനാണ്. എങ്ങനെയുണ്ട് ട്രിപ്പ്? തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സാധാരണ വാഗമൺ വരുന്നത് ഞാൻ കാഞ്ഞാറിന്ന് പുള്ളിക്കാനം വഴി ആ റോഡായിരുന്നു വരുന്നത്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി മൂലമറ്റം വഴി പിടിച്ചതാണ്. ഇപ്പോൾ പുള്ളിക്കാനത്ത് വന്ന് ജോയിൻ ചെയ്തു. അത് യെസ്, നമ്മൾ പുള്ളിക്കാനം എത്തിക്കഴിഞ്ഞു കേട്ടോ. പുള്ളിക്കാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാഗമണിൻ്റെ ഒരു ഫീലായി. കാരണം ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ ഒരു തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റും ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. വാഗമണിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻട്രി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ മഴയിൽ നനഞ്ഞ് കുളിച്ച് നിൽക്കുക കേട്ടോ. ആ കാഴ്ച ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര രസം. യെസ്, നമ്മൾ ചോറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉളുപ്പുണ്ണി റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ കിട്ടില്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. നമ്മൾ ഇത്രയും നേരം വന്ന പോലെ അല്ല. നല്ല ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുള്ള് മലനിരകൾ നോക്കിയാൽ കണ്ടോ, ഫുള്ള് കോട പതഞ്ഞെന്ന് പറയാം. അടിപൊളി. നമ്മൾ വന്ന ടൈം പൊളിയാട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിപ്പോയി. ആ കാണുന്ന മലയുടെ അപ്പുറത്തും കണ്ടാണ് നമ്മുടെ ബംഗ്ലാവ് ഉള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫുള്ള് കോട ഒന്ന് മൂടിക്കാണും. ഇത് കാണുമ്പോൾ തന്നെ കൊതിയായി കേട്ടോ അവിടെ പോയി താമസിക്കാനായിട്ട്.
ഉളുപ്പുണ്ണി ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും റോഡ് കേട്ടോ. ഒരു ശോകാവസ്ഥയാണെന്ന് പറയാം റോഡിൻ്റെ കാര്യം. മണ്ടേ കണ്ടോ നമ്മളെ വീട്, നമ്മൾ താമസിക്കാൻ പോകുന്ന കോട്ടൺ ഹിൽ ബംഗ്ലാവ്. അത് തന്നെ മലയുടെ ടോപ്പിൽ കണ്ടോ നീ? യെസ്, ദേ അതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന കോട്ടൺ ഹിൽ ബംഗ്ലാവ് OA ഹോംസിൻ്റെ. അപ്പോൾ അത്രയും പീക്കിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ശരിക്കും അത് കൊതിയാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങ് എത്തിയാൽ മതി. ദേ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ റോഡ് ഇച്ചിരി മോശമാണ് കേട്ടോ. വരുമ്പോൾ ദേ ഇവിടെ ഒരു CSI ചർച്ചുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് നമുക്കിനി പോകേണ്ടത്. യെസ് ഫ്രണ്ട്സ്, അവസാനം ദേ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി, ഭൂമിയുടെ ഏറ്റവും മുകളിലെത്തി എന്ന് പറയാം. സാധാരണ നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്താണ് അസൂയല്ലേ? എപ്പോഴും ഞാനിങ്ങനെ പോകുമ്പോഴും ഞാൻ വല്ലയിടത്തൊക്കെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അസൂയാണ്. പക്ഷേ എനിക്കിന്ന് ലൈഫിൽ ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് അസൂയ തോന്നിയേ അദ്ദേഹത്തെ ഞാൻ കാണിച്ചുതരാം. ദേ ഇത്രയും നല്ല പ്രകൃതി മനോഹരമായ പ്രദേശത്ത് ഒരു മലയുടെ മുകളിൽ ഒരു വലിയ ബംഗ്ലാവിൽ നിൽക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മനുഷ്യനെ കാണിച്ചു തരാം. ഇയാളുടെ അടുത്താണ് നമുക്ക് അസൂയ തോന്നേണ്ട കേട്ടോ. ഹായ്, ഇതാണ് ദീപക് അല്ലേ? ദീപക്, യെസ്, ദീപകിന്റെ പ്രോപ്പർട്ടിയാണിത്. എന്റെ ഫാദറിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയാണോ താമസമൊക്കെ? ഞങ്ങള് പാലായില. ഓക്കെ. എന്നാലും ഇവിടെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്? ഇവിടെ എല്ലാ ദിവസവും തന്നെ വരാറുണ്ട്. ഭാഗ്യവാനാണ് കേട്ടോ. കാര്യം ഭൂമിയുടെ ഏറ്റവും മുകളിലാണ് താമസിക്കുന്നതെന്ന് പറയാമല്ലോ, ഒരു സ്വർഗത്തിലാണ് താമസിക്കുന്നതെന്ന് പറയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ഒരു രക്ഷയില്ല. വാഗമണിൽ നമ്മൾ ഇത്രയും ടോപ്പിൽ ഇന്ന് വരെ എവിടെയും താമസിച്ചിട്ടില്ല. എന്തായാലും അടിപൊളി. ഇത് പഴയൊരു ബംഗ്ലാവാണോ സംഭവം? ഇത് 1993 പണിതാണ്. എൻ്റെ ഫാദർ ഇവിടെ സ്ഥലം വാങ്ങിച്ചപ്പോൾ അന്ന് ഇവിടെ താമസിക്കാൻ വേണ്ടി പണിതാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ഈയിടെ ഒരു കഴിഞ്ഞ കൊല്ലമാണ് ഇതൊരു റിസോർട്ടാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഓ, അതുവരെ നിങ്ങളിവിടെ താമസിക്കായിരുന്നു? അതുവരെ ഞങ്ങൾ ആഴ്ചയിൽ വരുമ്പോൾ താമസിക്കുന്നതായിരുന്നു, ആർക്കും ഇല്ലായിരുന്നു. കഴിഞ്ഞ് പിന്നെ ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചാണ് നമ്മളിത് കൊടുക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പതുക്കെ അവർ കയറി അലമ്പാക്കുന്നതിന് പിന്നെ റൂമൊന്നും കയറി കണ്ടല്ലോ. ആ, ഈ സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, ഭയങ്കര പാടായിരിക്കും, കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ പാതയായിരിക്കും സ്വർഗത്തിലേക്കുള്ളത്. കറക്റ്റാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ദേ ഒരു സ്വർഗത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നതെന്ന് പറയാം. അപ്പോൾ സ്വർഗത്തിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കാണാം. ഇതാരാ ഇവിടെ? റിസപ്ഷനിസ്റ്റ് ആണോ അവിടുത്തെ? മൊത്തം എത്ര റൂംസ് ഉണ്ട്? 3 റൂംസ് അല്ലേ? ഇത് ഒരെണ്ണം അല്ലേ? ഇത് നമ്മൾ എക്സ്ട്രാ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നല്ല പൊക്കത്തിലാണ്, കാറ്റും തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് താഴെ കിടന്നു കഴിഞ്ഞാൽ നല്ലപോലെ തണുക്കും. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ബെഡുണ്ട്. തറയിൽ കിടന്നു കഴിഞ്ഞാൽ നല്ലോണം തണുക്കും. ഓക്കെ ഓക്കെ, ശരി ശരി. ഞെരിപ്പൊടൊക്കെ ഉണ്ട്. കത്തിക്കാറൊക്കെ ഉണ്ടോ? അത് ഇതാണ് ഒരു റൂം അല്ലേ? ഇത് ലിവിംഗ് റൂം അല്ലേ? എൻ്റെ അമ്മ, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. തണുത്ത കാറ്റിങ്ങനെ അടിച്ച് കയറാൻ ഒരു രക്ഷയില്ല കേട്ടോ. അടി, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടൊന്ന് മിണ്ടായിരിക്കുമോ? ഇത് സെക്കൻഡ് റൂം, ഇത് മെയിൻ റൂം. ഓക്കെ. റൂം അടിച്ചു പൊളിച്ചോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വാഷ്റൂമാണോ ഇത്? എൻ്റെ അമ്മോ,
അയ്യോ, വാഷ്റൂമിന്റെ ഒരു വലിപ്പം കണ്ടോ? തീരുന്നില്ല കേട്ടോ, അതോ വീണ്ടും ഇങ്ങോട്ടുണ്ട്. ഓ, രാവിലെ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണം കുളിക്കാൻ. വാവ്. വാവ്, എവിടെ നോക്കിയാലും വ്യൂ ആണ് കേട്ടോ. വാഷ്റൂം ഒന്നും ഒരു രക്ഷയില്ലാത്ത വാഷ്റൂം. ഓ, മിററൊക്കെ നോക്കിയേ, വലിയ മിറർ കേട്ടോ. നമുക്ക് ഫുൾ ഒരു വ്യൂ കിട്ടും. ഇനി ഒരു റൂം കൂടെ ഉണ്ടല്ലേ? ഇത് ഡൈനിങ് അല്ലേ? ഗോപ്രോയുടെ വൈഡ് ലെൻസ് ഒന്നും തീരുന്നില്ല കേട്ടോ. വൈഡ് ലെൻസ് വെച്ചൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ വാഷ്റൂം. അത്രയ്ക്ക് വലിയ വാഷ്റൂം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വാഷ്റൂം കേട്ടോ. എല്ലാ റൂമിൽ നിന്നും വ്യൂ ആണ് ഇവിടെ. നമുക്ക് ഒരു റൂം പോലും മാറ്റി നിർത്താനില്ലെന്നുള്ളതാണ്. ഈവൻ എന്തിനു പറയുന്നു, വാഷ്റൂമിൽ നിന്ന് വരെ വ്യൂ ഉള്ള ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കോട്ടേജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അയ്യോ, അങ്കിള് തരുമെന്ന് ചോദിക്കും. ഇന്ന് സ്കൂളിലെ ബെഞ്ചാണോ ഇത്? ആണോ? ഓക്കെ ഓക്കെ. സിസ്റ്റർ മാക്സിമം ഇവിടെ പഴയ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിടും, യൂസ് ചെയ്താണ് എല്ലാം ചെയ്തേക്കുന്നത്, കളയാതിരിക്കാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കിച്ചൺ അല്ലേ? രണ്ടുപേരുണ്ടോ? ഹായ്, നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താണ് വിശേഷം? കുക്കിങ്ങിലാണോ? ഒരു രക്ഷയില്ല. തോമച്ചൻ, പാപ്പച്ചൻ. നമ്മുടെ ഒരു രവി. ആരാ നമ്മുടെ ഷാപ്പിലെ കുക്കാരെന്ന് പറഞ്ഞ? ചേട്ടനാണോ? ഓ, എനിക്ക് വയ്യ. അപ്പൊ ഇന്ന് ഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ചു നമുക്ക് അടിപൊളിയാക്കാം. ഇതിപ്പോ ഓരോ സൈഡും എന്തൊക്കെയാ വ്യൂ? നമ്മൾ വാഗമണിന്റെ മൊത്തം വ്യൂ ആണോ ഇവിടെ നിന്ന് കാണുന്നത്? വാഗമണിന്റെ ആ ഭാഗത്തെല്ലാം പുള്ളിക്കാന ഭാഗം. ഓ, ആ ഭാഗം മൊത്തം പുള്ളിക്കാനം ഭാഗം. ആ ഏരിയ അറ്റം വരെ പുള്ളിക്കാനമാണ്. പിന്നെ അതിന്റെ താഴേക്ക് വരുന്ന പിന്നെ ആർക്കോളം ഭാഗങ്ങളൊക്കെ. ഓ, ആ മലയാണ് ഉൾപ്പൂണി മല. ഓ, അതാണ് ഉൾപ്പുണി മല. എല്ലാവരും ഓഫ് റോഡിന് പോകുന്ന മല. ഫേമസ് സ്ഥലമാണ്. ഈ ഭാഗം, ഈ ഭാഗത്ത് കോട്ടമല എസ്റ്റേറ്റ്. ആ, കോട്ടമലയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. രാജാക്കന്മാരും അവർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളും കോട്ടകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടല്ലേ? എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായി പ്രകൃതി തന്നെ കെട്ടിപ്പൊക്കിയ കോട്ടകളുടെ ഇടയ്ക്കുള്ള കോട്ടമലയിലെ കോട്ടൺ ഹിൽ ബംഗ്ലാവിലാണ് നമ്മളുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു വാഗമണിൻ്റെ ഏറ്റവും ഒരു ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ നിന്നൊരു 360 വ്യൂ നമുക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ചുറ്റും മലനിരകളും തണുപ്പും മഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ വരുന്നവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകാമെന്നുള്ളതാണ്.
ആ ജീപ്പൊക്കെ അങ്ങനെ പതുക്കെ ഇറങ്ങി പോകുന്നതൊക്കെ എന്ത് ഭംഗിയല്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഫ്രെയിം പോലെ. യെസ്, നമ്മൾ തണുത്ത് വിറച്ച് കേട്ടോ. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ സ്വെറ്റേഴ്സ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വരിക. അതുപോലെ തന്നെ സ്ലിപ്പേഴ്സ് എടുക്കാൻ മറക്കരുത്. കാരണം ഇവിടെ വന്നാൽ തണുത്ത് വിറയ്ക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമുക്കിപ്പോൾ പറ്റിയ അബദ്ധം അതാണ്. അപ്പോൾ ഈ തണുപ്പ് മാറ്റാനായിട്ട് നമ്മുടെ ചേട്ടൻ അവിടെ നല്ല നാടൻ കപ്പയും ചമ്മന്തിയും അരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നൈസായിട്ട് അത് തട്ടാം. യെസ്, നമുക്ക് നല്ല സൂപ്പർ കപ്പയും നല്ല നാടൻ കപ്പയും ചട്നി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അകത്തിരുന്ന് കപ്പ കഴിക്കുകയാണ്. ഞാൻ നൈസായിട്ട് പുറത്തിറങ്ങി. പുറത്തൊരു ആംബിയൻസ് കണ്ടോ, എന്നെ വൈബ് നോക്കി. ഇവിടെ ഇരുന്നല്ലേ നമ്മൾ ഈ കപ്പയും കട്ടനും അടിക്കാനുള്ളത്. യെസ്, അപ്പോൾ ഇത് നമ്മുടെ ഫോയെ ഹോംസിൻ്റെ കോട്ടൺ ഹിൽ ബംഗ്ലാവ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഒന്ന് താമസിക്കാം. അതിനായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 3 റൂംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ 3 റൂമും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഫുള്ളൊരു കോട്ടേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. റേറ്റ് വരുന്നതെന്ന് പറയുന്നത് 10 to 12 ആണ് ഇതിൻ്റെ ഒരു റേറ്റ്. സീസണിലും ഓഫ് സീസണിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും വലിയൊരു ഗ്രൂപ്പിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു കോട്ടേജ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഉടൻ തന്നെ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കണും ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും രണ്ടും ശബരീദ ട്രാവലർ എന്നാണ്. അതും ഫോളോ ചെയ്യുക.